വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമിയെ കണ്ടു മടങ്ങി. അബ്ദുൾ റഹീമിനെ ഷെമി തിരിച്ചറിഞ്ഞ് സംസാരിച്ചു. പാങ്ങോട് ബന്ധുവീട്ടിലേക്ക് പോകും, അതിനുശേഷം പാങ്ങോട് പള്ളിയിലേക്ക് പോകും. സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ സൗദിയിലെ നിയമക്കുരുക്ക് പരിഹരിച്ച് റഹീം ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ കാര്യമാണ് അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു കാര്യത്തിനായി അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടുത്തെ നിയമക്കുരുക്കുകൾ അതെല്ലാം മാറി എത്തുകയാണ് എങ്കിൽ പോലും അത് ഇങ്ങനെയൊരു സംഭവത്തെ തുടർന്നാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹം ഭാര്യ ഷെമിയെ കണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഷെമി അദ്ദേഹത്തോട് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? അദ്ദേഹത്തോട് പോലീസ് എപ്പോഴായിരിക്കും സംസാരിക്കുക? പോലീസ് മൊഴിയെടുക്കുന്നത് എപ്പോഴായിരിക്കും? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം വളരെ കാലമായി 7 വർഷത്തോളം അവിടെ ദുബായിൽ ഗൾഫിൽ ഇത്തരത്തിൽ നിയമ കുരുക്കിൽ കഴിയുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഉറ്റവർ മരിച്ചിരിക്കുന്നു, മകൻ പ്രതിയായിരിക്കുന്നു, മകൻ പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹം വളരെ മാനസികമായി വളരെ തകർന്ന അവസ്ഥയിലാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ഞങ്ങളോടൊപ്പം സംസാരിച്ചത്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ബന്ധു ഇന്ന് ഞങ്ങളോട് പറഞ്ഞത്, ഈ അബ്ദുൾ റഹീം ഭാര്യയെ കണ്ട് സംസാരിച്ചപ്പോൾ അബ്ദുൾ റഹീമിനെ ഭാര്യ ഷെമി തിരിച്ചറിയുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. പ്രധാനമായും ഈ ഇളയ കുട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇളയ കുട്ടി മരണപ്പെട്ട കാര്യം ഈ മാതാവിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല. മാതാവ് ഇപ്പോഴും പറയുന്നത്, അതായത് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ കട്ടിലിൽ നിന്നും താഴേക്ക് തലയടിച്ചു വീണു എന്നാണ്. ആ ഒരു കാര്യത്തിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ഇളയ കുട്ടിയെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്നുമാണ് ഈ അമ്മയെ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രതി അഫാനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് മാത്രമാണ് ചോദിച്ചത്. ബാക്കി കൂടുതൽ സമയവും ചോദിക്കുന്നത് ഈ ഇളയ കുട്ടിയെക്കുറിച്ചാണ്. എന്തായാലും ഇവിടെ അവരുടെ ആരോഗ്യാവസ്ഥ പുരോഗതിയുണ്ട്. സംസാരിക്കുന്നത് വ്യക്തമല്ലെങ്കിൽ കൂടി സംസാരിക്കുന്നുണ്ട്, കുറച്ച് റിക്കവറായി വരുന്നുണ്ട്. എന്തായാലും ചികിത്സ തുടരും. ഇന്ന് 11 മണിയോടുകൂടി വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം അവർ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ഈ ഡോക്ടർമാരുമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ എത്തിയ സംഘം ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും 11 മണിയോടുകൂടി വെഞ്ഞാറമൂട് CIയും DYSP അടക്കമുള്ളവരുടെ സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അബ്ദുൾ റഹീം ഇവിടെ എത്തി ഭാര്യയെ കണ്ട് സംസാരിച്ച് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ബന്ധുവിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ഈ ഖബറടക്കം നടന്ന പള്ളിയിലേക്ക് പോകും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൊഴിയും സ്വാഭാവികമായും പോലീസ് രേഖപ്പെടുത്തും. ഈ അഫാൻ്റെ ഫോൺ പരിശോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ശാസ്ത്രീയമായ പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി ഈ ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അമ്മ എന്താണ് പറയുന്നതെന്ന് സംബന്ധിച്ച് ഈ കേസിൽ നിർണായകമാകും. മാത്രമല്ല ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അബ്ദുൾ റഹീമിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ മാറുമെന്നാണ് പോലീസ് കരുതുന്നത്. ലക്ഷ്മി. ചന്തു ചന്ദ്രശേഖർ, തിരുവനന്തപുരത്ത് നിന്ന്.